എറണാകുളത്ത് CPM പ്രവർത്തകർ സൈനികരെ ആക്രമിച്ചതായി പരാതി. തൃക്കാക്കരയിൽ NCC ക്യാമ്പിൽ കടന്നുകയറിയായിരുന്നു ആക്രമണം. ലഫ്റ്റനന്റ് കേണൽ കർണയിൽ സിംഗ് എന്ന ഉദ്യോഗസ്ഥരെയാണ് ആക്രമിച്ചത്. കേസ് രജിസ്റ്റർ ചെയ്തിട്ടും പോലീസ് നടപടിയെടുത്തിട്ടില്ല. ഇവരുമായി കിരൺ കുമാർ ചേരുകയാണ്. കിരൺ, എപ്പോഴായിരുന്നു ഈ ഒരു അതിക്രമം? ഡിവൈഎഫ്ഐ പ്രവർത്തകർക്കെതിരെ, അതിക്രമം കാണിച്ചവർക്കെതിരെ നടപടിയെടുക്കാൻ ഇതുവരെയും പോലീസ് തയ്യാറായിട്ടുമില്ലേ? KP ഈ മാസം 23-നായിരുന്നു തൃക്കാക്കര KMM കോളേജിൽ നടന്ന NCC ക്യാമ്പിൽ ഭക്ഷ്യവിഷബാധ ഉണ്ടായി എന്ന തരത്തിലുള്ള ഒരു പരാതി ഉയർന്നിരുന്നത്. പിന്നീട് ചില വിദ്യാർത്ഥികളെ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇതിന്റെ മറവിൽ CPM SFI പ്രവർത്തകർ അതിക്രമം നടത്തുകയായിരുന്നു എന്നുള്ളൊരു ആരോപണമാണ് ഇപ്പോൾ സൈനികരുടെ ഭാഗത്തു നിന്നും ഉയരുന്നത്. ഇവിടെ ക്യാമ്പിന്റെ ചുമതല ഉണ്ടായിരുന്ന ലഫ്റ്റനന്റ് കേണൽ കർണയിൽ സിംഗ് എന്ന ഉദ്യോഗസ്ഥന്റെ പിതാവ് ഇത് സംബന്ധിച്ചൊരു പരാതി ഇപ്പോൾ ട്വിറ്ററിലൂടെ പങ്കുവച്ചിരിക്കുകയാണ്. തന്റെ മകൻ നിരവധി വർഷമായി തന്നെ സൈന്യത്തിൽ സേവനം ചെയ്യുകയാണ്. ഒപ്പം താനും മുൻ സൈനികനാണ്. ഇങ്ങനെ ഉണ്ടായ തനിക്ക് ഒരു ദുരനുഭവമാണ് കേരളത്തിൽ നിന്ന് നേരിടേണ്ടി വന്നത് എന്നൊരു കാര്യമാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. ഈ ക്യാമ്പിലേക്ക് എത്തിയ CPM പ്രവർത്തകർ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന തന്റെ മകനും സൈനികനുമായിട്ടുള്ള കർണയിൽ സിംഗിനെ ആക്രമിക്കുകയായിരുന്നു എന്നുള്ളൊരു കാര്യമാണ് അദ്ദേഹം ഈ ട്വിറ്ററിൽ പങ്കുവച്ചിരിക്കുന്ന പോസ്റ്റിൽ പറയുന്നത്. കൂടാതെ തന്നെ ഈ ഇദ്ദേഹത്തിന് നേരെ നടക്കുന്ന അതിക്രമത്തിന്, ഇദ്ദേഹത്തെ മർദ്ദിക്കുന്നതിന്റെ അടക്കമുള്ള ദൃശ്യങ്ങളും ഈ ട്വിറ്ററിൽ പങ്കുവെക്കുന്നുണ്ട്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് തൃക്കാക്കര ACPക്ക് അടക്കം പരാതി നൽകിയിരുന്നതാണ്. സൈന്യം തന്നെ നേരിട്ട് NCC തന്നെ ഇത് സംബന്ധിച്ചുള്ള പരാതികൾ നൽകിയിരുന്നതാണ്. എന്നാൽ ഇതുവരെ നടപടി ഉണ്ടായില്ല എന്നുള്ളൊരു കാര്യം തന്നെയാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. പ്രത്യേകിച്ച് നേരത്തെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് SFI നേതാവും ഒപ്പം തന്നെ ഡിവൈഎഫ്ഐയുടെ ജില്ലാ കമ്മിറ്റി അംഗവുമായിട്ടുള്ള ഭാഗ്യലക്ഷ്മി അടക്കമുള്ള ആളുകൾക്കെതിരായിട്ട് പോലീസ് FIR ഇട്ടിരുന്നു. എന്നാൽ ഇവർക്കെതിരെ ഇപ്പോൾ ദിവസങ്ങൾ പിന്നിട്ടിട്ട് പോലും ഇതുവരെ ഇവരെ അറസ്റ്റ് ചെയ്യാനോ കസ്റ്റഡിയിൽ എടുക്കാനോ പോലുള്ള നടപടികൾ പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല എന്നുള്ളൊരു പരാതി തന്നെയാണ് പ്രധാനമായിട്ടും ഉയരുന്നത്. സൈനികർ ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അന്വേഷിക്കുമ്പോൾ എന്തുകൊണ്ട് നടപടി എടുക്കുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ ഇവരെ കണ്ടെത്തി പിടിച്ചു തരൂ എന്നുള്ളൊരു രീതിയിലാണ് പോലീസ് പെരുമാറുന്നത് എന്നുള്ളൊരു ആരോപണം കൂടി ഏതായാലും NCC വൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഏതായാലും ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് CPM നേരിട്ട് തന്നെ എത്തി ബോധപൂർവം ഈ ക്യാമ്പിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയായിരുന്നു എന്നുള്ളൊരു ആരോപണമാണ് ഇവർ ചൂണ്ടിക്കാണിക്കുന്നത്. അതായത് ഡിസംബർ 23-നാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഡിസംബർ 25-ന് ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് വേണ്ടി ചില ഉദ്യോഗസ്ഥർ, അതായത് ഈ ക്യാമ്പുകളിൽ കോളേജുകളിൽ നിന്നും മറ്റും NCCയുടെ ചുമതല ഉണ്ടായിട്ടുള്ള ചില അധ്യാപകരുണ്ട്. ഇവർക്ക് ക്രിസ്മസ് ആഘോഷത്തിന് പോകണം എന്നുള്ളൊരു ആവശ്യം ഇവർ ഉന്നയിച്ചിരുന്നു. എന്നാൽ ക്യാമ്പ് നടക്കുന്നത് കൊണ്ട് തന്നെ ക്യാമ്പിൽ നിന്ന് ഇത്തരം ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് പോകാൻ കഴിയില്ല എന്ന് അറിയിച്ചിരുന്നു. അത്തരം ചില അധ്യാപകരാണ് ഈ പ്രശ്നങ്ങൾക്ക് പിന്നിൽ, ഭക്ഷ്യവിഷബാധ അടക്കമുള്ള പരാതിക്ക് പിന്നിൽ എന്നുള്ളൊരു കാര്യം തന്നെയാണ് ഇപ്പോൾ NCCയുടെ ചില ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കിരൺ കുമാറാണ് വിവരങ്ങൾ നൽകിയത്.